വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി പറ, നീ പറ. സർപ്രൈസ് ഉണ്ട്. ഒരു ചെറിയ കാര്യം ഞങ്ങളിങ്ങനെ ഇരുന്ന് വെറുതെ ആലോചിച്ചപ്പോ 2 ദിവസത്തേക്ക് ഓഫ് കിട്ടിയപ്പോൾ നമ്മൾ ആലോചിച്ചു എങ്കിൽ നമുക്ക് കൊടൈക്കനാൽ വിട്ടാലോ അല്ലേ? ഒറ്റ മൈൻഡ്. ഇവിടെ നിന്ന് കൊടൈക്കനാലിൽ ട്രെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അറിഞ്ഞൂടെ എന്താവും, എങ്ങനെയാവുന്നു, എത്തിച്ചേരുമോ ഇങ്ങനെ. എനിവേ, ഇന്ന് 5:15 ട്രെയിൻ സന്ധ്യക്ക്. ഇപ്പൊ സമയം എൻ്റെ ഫോൺ ചാർജിലിട്ട് സമയം ഇപ്പോൾ 2:30 ആയി സമയം. ഉച്ചയ്ക്ക് നമുക്ക് 5:15 ട്രെയിൻ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കാണാം. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്തൊരു ഇമ്പോർട്ടൻ്റാ? ശരി, എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മ വീട്ടിൽ പറഞ്ഞിട്ടില്ല പോണത്. സംഭവം എന്തായാലും പാരൻസ് അറിയും. അപ്പോൾ അവർ വിളിക്കും. അപ്പോൾ ആ റിയാക്ഷനും കാണിച്ചു തരാം. വീട്ടിൽ പറഞ്ഞിട്ടില്ല. പെട്ടെന്നൊരു പ്ലാന്. ഇട്ട ഡ്രസ്സിന് ഇട്ടിട്ട് പോവാം. അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് എന്തോ ട്രെയിനൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. അറിയില്ല, സീരിയസ്ലി ഞങ്ങൾക്ക് അറിയില്ല ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് ട്രെയിൻ ഉണ്ടെന്നുള്ളത്. ബൈ ട്രെയിൻ ആൻഡ് ബസ് അല്ലേ? ലക്ക് പോലെ ഇരിക്കും. എന്താ വന്നു എൻ്റെ ലക്ക റൂമുണ്ട്. ഓ, അത് പൈസ ഇല്ല. നമ്മ എന്താ ചെയ്യാന്ന് വെച്ചിരിക്കണത്, പോണ സമയത്ത് ഓരോരുത്തരെ വിളിച്ചിട്ട് പൈസ മേടിക്കാം. തരാൻ ആരെങ്കിലൊക്കെ കാണുമല്ലോ. അപ്പൊ അവരെ വിളിച്ചിട്ട് ചോദിക്കാം. ട്രിപ്പ് ഇവിടുന്ന് ഇറങ്ങുന്നില്ല. ഞങ്ങൾ പറയാം, ഞങ്ങൾ ഉച്ചക്ക് 3:30 ഇറങ്ങാനും പറഞ്ഞതാണ്. അപ്പം തെറ്റി നടന്നില്ല. ഓ, അതോ അപ്പൊ ട്രെയിൻ ഉണ്ടായില്ലല്ലേ? ഇല്ല, ട്രെയിൻ മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സംതിങ് എന്തോ അങ്ങനെ. ഇനി ഇന്നൊരു 9:45 ഞങ്ങൾ ട്രെയിൻ. 9:15 ട്രെയിൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എത്ര മണിക്ക് ഇറങ്ങും? ഇവിടെ 7 മണിക്ക് ഇറങ്ങും. ഞങ്ങൾക്ക് മുന്നേ പോയിട്ട് അവിടെ ഇരിക്കണം. ഇപ്പൊ സമയം 6:10. അപ്പൊ യാത്രകളിൽ ട്രെയിനിൽ കാണാം. ഓരോ പാർട്ടായിട്ട് ഇടാം ഞാൻ. അപ്പൊ ബൈ, അടുത്ത വീഡിയോയിൽ. All said go. So guys, ഇപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എന്തോ കൊടൈക്കനാൽ റോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ തന്നെ എത്തുമെന്ന് വായിക്കാൻ പറയില്ല. മലക്കോടാവും ധർമ്മപുരി. അടുത്ത ദിവസം സേലം ജംഗ്ഷനിലെത്തും രാവിലെ. പിന്നെ ഈറോഡ്, അത് കഴിഞ്ഞ് പുകലൂർ, ജംഗ്ഷന്, ദിണ്ടിഗൽ ജംഗ്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന് വ്യൂ ഡയറക്ഷൻ മാപ്പിൽ നമുക്ക് നോക്കാം. അയ്യോ, നമുക്ക് എന്ത് ചെയ്യണം? ഇതോണാണല്ലോ. പിന്നെ വേണ്ട. ഗൂഗിൾ മാപ്പ് കാണിച്ചു നമ്മൾ കാലത്ത് 7 മണിക്ക് എത്തുന്നു. തണുപ്പൊന്നുമില്ല, എന്നാലും വെറുതെ എടുത്തിട്ടാണ്. ഇപ്പോഴേ തണുപ്പായി വിചാരിച്ചിട്ടല്ലാരും. പിന്നെ നമുക്ക് മാസ ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല. അതെ. ഞങ്ങൾക്ക് ഈ ബിരിയാണി ആയിക്ക ഫ്രീ ആയിട്ട് തന്നു.
എന്തടി നോക്കണേ അറിയില്ലടി കൊടൈക്കനാൽ എങ്ങനെ എത്താം എങ്ങനെ എത്താം കൊടൈക്കനാൽ നമ്മള് കാരൂർ ജംഗ്ഷൻ കഴിഞ്ഞു ഗൈസ് ഇനി വെറും രണ്ടാമത്തെ സ്റ്റോപ്പ് മാത്രം കൊടൈക്കനാൽ നമ്മളെവിടെ പോകുന്നു ഡിണ്ടുങ്കുൾ എന്തോ അങ്ങനെ എന്തോ ഡിണ്ടിഗുൾ അങ്ങനെ എന്തോ ആണ് ജംഗ്ഷന്റെ പേര് ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് എവിടെയാണ് ഇപ്പൊ അത് പറ അടുത്ത സ്റ്റോപ്പ് കൊടൈക്കനാൽ റോഡ് അപ്പൊ അവിടെ വെച്ച് കാണാൻ നല്ല തണമുണ്ട് ഹായ് ഹലോ ഗൈസ് ഞങ്ങൾ കൊടൈക്കനാൽ റോഡിലെത്തി എത്തി ഇനി ഇവിടുന്ന് നമ്മളിവിടെ ഉള്ളൊരു ചേട്ടൻ്റെ അടുത്ത് നമ്മുടെ സ്ഥലമൊക്കെ നമ്മുടെ അറിയാവുന്ന ഒരു മുറി തമിഴിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ഒരു 7:45 കൊടൈക്കനാൽ ടൗണിലേക്ക് ഒരു ബസ് ഉണ്ട് എന്നാണ് അപ്പൊ 2.5 മണിക്കൂർ യാത്ര അത് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്ക് ശേഷം ബസ് ഉള്ളൂ അപ്പൊ നമ്മൾ വിചാരിച്ച് ഇപ്പൊ തന്നെ വച്ച് പിടിച്ച് നടക്കാതെ അത് കഴിഞ്ഞ് പിന്നെ 8 മണിക്ക് ശേഷം അത്രയും റിസ്ക് നമുക്ക് എടുക്കണ്ടല്ലോ പിന്നെ പൂണ്ടിക്ക് നമുക്ക് കയറണ്ടേ പോയാലാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവൽ എറണാകുളം കൊച്ചി ഇവിടുന്ന് നമുക്ക് ബാംഗ്ലൂരിന്ന് ബാംഗ്ലൂരിൽ നമ്മ കൊടൈക്കനാൽ റൂട്ടിലേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 150 റുപ്പീസ് ആണ് ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഒരാൾക്ക് ഞങ്ങൾ രണ്ടുപേരും പോന്നു കൊടൈക്കനാൽ റൂട്ടിലെത്തി ഇറങ്ങി ഇനി ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് ഒരു ബസ് ഉണ്ട് 7:40 പോയി ഇറങ്ങണം അവിടുന്ന് കൊടൈക്കനാൽ ബസ് എടുത്തിട്ട് അവിടുന്ന് പിന്നെ പൂണ്ടിക്ക് നമ്മൾ വേറെ ബസ് ഇറങ്ങണം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പൊ എന്ത് പെട്ട് കുണ്ടൽപേട്ടൊന്നല്ല ബസ്സിലുണ്ട് അങ്ങനെ എന്തോ ഒരു പെട്ടിന്റെ പേര് പറഞ്ഞു ആ പെട്ടിയിൽ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് പൂണ്ടിക്ക് കയറിക്കോളാനാ പറഞ്ഞത് അപ്പൊ ഇന്ന് ഡേ 1 അല്ലേ ഡേ 1 ആണ് നമ്മ കാലത്ത് കൊടൈക്കനാൽ അണ്ണൻ പറഞ്ഞു ഞങ്ങളോട് 400 രൂപക്ക് കൊടൈക്കനാലിൽ എത്തിച്ചേരാന്ന് കാരണം അണ്ണന്റെ വീട് കൊടൈക്കനാലിലാണ് അപ്പൊ അണ്ണന് ഞങ്ങൾ സംസാരിച്ചപ്പോ തന്നു ഞങ്ങൾ സംസാരിച്ചപ്പോ അണ്ണൻ പറഞ്ഞു ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാനുള്ളതാക്കി തരാമെന്ന് അപ്പൊ ഞങ്ങൾ ഇന്ന് ഇപ്പൊ 9:15 അല്ല 9:30 അവിടെ നിന്നൊരു ബസ്സുണ്ട് പൂണ്ടിക്ക് ഡയറക്റ്റ് പൂണ്ടിക്ക് പോകും അവിടുന്ന് ഇങ്ങനൊക്കെ തന്നെയല്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് യെസ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല അല്ല ഇത് ക്യാൻസൽ ചെയ്തിട്ട് അല്ല ടിക്കറ്റ് 300 വണ്ടിയുടെ പൈസ 400 രൂപ എങ്ങനെയൊക്കെ കൈ കരുതിയിട്ട് ഇറങ്ങാം പൈസ ഒക്കെ പിന്നെ വന്നോളൂ നിങ്ങൾ ഇറങ്ങിയാ പൈസ വരും നിന്റെ എത്ര എന്തേല് 400 എന്റെ ടിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ 453 രൂപ ഉണ്ട് എന്റെ അക്കൗണ്ടിലുണ്ട് അത് മതി യെസ് അത് പോതും എന്താണ് റിട്ടേൺ വീട്ടിക്ക് അണ്ണന്റെ വീട് കൊടൈക്കനാലിലാണ് അപ്പൊ അണ്ണന് ഒരു ഓട്ടോ ഓടിയിട്ട് വന്നതാണ് നാട്ടിലേക്ക് കൊടൈക്കനാൽ റൂട്ടിക്ക് അവിടുന്ന് അണ്ണന് ഇപ്പൊ തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് നമ്മളെയും കൊണ്ടുപോവാം 400 തന്നാ മതി 400 ഒന്നും വേണ്ട അത് അണ്ണന് ഞങ്ങളൊരു ദിവസം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ വീടാണ് ഞങ്ങളത് സമ്മതിച്ചു നമ്മുടെ അണ്ണൻ നമ്മളെ വീട്ടില്ല അണ്ണന്റെ വീട് കൊടൈക്കനാലാണ് സേഫ് റൂട്ടിലാണ് കൂടെ അങ്ങനത് കണ്ണീരാ എങ്ങനെ ഒന്ന്
അങ്ങനെ കൊണ്ട് കുറച്ചേരം കഴിഞ്ഞാൽ മൂക്കിന്ന് ചോരയാൻ വരും. ബൈ ബൈ. ഇവിടുന്ന് കൊടൈക്കനാലിക്ക് വെറും 20 മിനിറ്റ് അല്ല 20 കിലോമീറ്റർ മാത്രമേ കാണിക്കുന്നത്. നമുക്കപ്പോൾ മുമ്പേർക്ക് വരുമെന്ന് പറഞ്ഞ ബസ് നല്ല ലേറ്റാണ്. ബസ്സിനെന്തോ 2 വെച്ചിട്ട് മുട്ടൊക്കെ ഉണ്ടായി. ചെറിയ സീനൊക്കെ ഇതെന്തിനാ ഇപ്പം എൻ്റെ മൂക്കിൻ്റെ ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പം ബസ് നല്ല ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ 12 ആവും. നമ്മൾ ഇവിടെ നിന്ന് 20 കിലോമീറ്റർ മാത്രം. ബാക്ക് നോക്കി നമ്മുടെ ബാക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെയല്ല നീ നേരത്തെ വീട്ടിൽ ഔ കണ്ട് ബാക്ക് കാണിച്ചു കൊടുക്ക്, ക്യാമറയുടെ ബാക്ക്. അയ്യോ ബസ് വന്നു. പിന്നെ കാണാം. എത്ര ടിക്കറ്റ്? 110. ശരി. ബസ്സിൽ നിൽക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആടി അടിയിട്ടാണ് നിൽക്കണേ. കൈക്ക് നല്ല ബലവും വേണം. അത്ര ആരോഗ്യം എൻ്റെ കഴിക്കൂല, ഇവളെ കഴിക്കൂല. അപ്പൊ അടുത്ത സ്റ്റോപ്പിൽ ഒരു ചേച്ചി ഇറങ്ങിയാൽ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്പേസ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇറങ്ങും തോന്നുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്ക് കവറേജ് ഏരിയയിൽ വരുമ്പോ നമുക്ക് മെസ്സേജ് വരും.